Hey guys! അപ്പോൾ നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്ക് ഒരു കിടലൊരു ഐറ്റം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത് ഇനാഗ്രേറ്റ് ചെയ്യണ്ടേ, അതിനുവേണ്ടി ഞാനൊരു കിടില സാധനം എടുത്തേക്കുന്നത്. ഡയറക്റ്റ് എന്താണെന്ന് അറിയാം, ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ അത്. അപ്പോൾ നമുക്ക് മിക്സി കാണാം. മിക്സി കാണുന്നതിന് മുന്നേ ഗൈസ്, മിക്സി നമുക്ക് എങ്ങനെ കിട്ടി, അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് സർപ്രൈസ് ആയിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ആപ്പ എത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാസർഗോഡ് നിന്ന് അപ്പാവും പുതിയ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, നമ്മളിങ്ങനെ കേറിയിട്ടേ ഉള്ളൂ. അതിന്റെ ചടങ്ങും സെപ്പറേറ്റ് താമസിച്ചിടത്തുനിന്ന് അവർ ഒരുമിച്ച് താമസിച്ചു. അപ്പൊ അവരുടെ വീട്ടില് എല്ലാ സാധനങ്ങളും രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കണമെങ്കിൽ ഓരോ ഐറ്റംസ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്താണ് ചെയ്യുന്നത്? അപ്പൊ തരാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആമ വിളിച്ചപ്പോ എന്തൊക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആമ മിക്സി അത്യാവശ്യം അത് വേണമെന്ന് പറഞ്ഞപ്പോ ആമ പറഞ്ഞു മിക്സി നമ്മൾ ആക്രിക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് അമ്മയുടെ പൊട്ടിയിരിക്കാന്ന് പറഞ്ഞു. ഞാൻ എന്നാ കുഴപ്പമില്ല അതായത് ഇവരിവിടെ വന്ന സമയത്ത് ലുലുവിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കി. അല്ല, ലുലുവില് പോയിട്ട് നോക്കുന്ന സമയത്ത് അവര് പറഞ്ഞ് നമ്മളെ മിക്സി പോയി, നമുക്കൊരു പുതിയ മിക്സി മേടിക്കണം, അവർക്ക് മേടിക്കണം, നോക്കണം, ഓഫറൊക്കെ ഉണ്ടാവും നോക്കണേണ്. ഇവനെന്താ ചിന്നുങ്ങണ. അപ്പൊ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് കാണിച്ചു ഇതിൽ ഏത് വേണമെന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കുഴപ്പമില്ല, ഇതിൽ ഓഫർ വേറെ സ്ഥലത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മ അവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ ഷോപ്പിൽ കയറിയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ കൊച്ചിനെ കൊണ്ട് വെറുതെ നോർമലി ഞാൻ നടന്നപ്പോൾ ആമാനെ വിളിച്ചിട്ട് ഇത് രണ്ടിലേതോ നല്ലതെന്ന് വെച്ചു. അപ്പോൾ പ്രസ്റ്റീജിന്റെ ബജാജിന്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഇതൊരു പുതിയ മോഡലും അല്ല, മറ്റേത് കുറച്ച് വളഞ്ഞ ടൈപ്പ് പഴയ മോഡൽ. അപ്പോൾ ഞാൻ പറയുന്നത് മതി അമ്മ, ഇതാ കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ പറഞ്ഞ 5 ഇയർ വാറന്റി അങ്ങനെ എന്തോ കിടക്കണോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അമ്മ അതെടുത്ത് 500 വാട്ടാ 550 വാട്ട്. അപ്പൊ ബില്ല് ചെയ്യാൻ നേരത്ത് അമ്മ പറഞ്ഞ് 2 ബില്ലാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊന്ന് 2 ബില്ല. അപ്പൊ അമ്മ പറഞ്ഞ് ഇല്ല, എന്തെങ്കിലും പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റാനാണെങ്കിൽ ഒരു ബില്ലിലാക്കിയാൽ പോരെ, 2 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ 2 നമുക്ക് വേണം, 2 ആക്കണം എന്ന് പറഞ്ഞു. അതേ 2 ആക്കിയിട്ട് അപ്പൊ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി, ഒരു പരവെറുപ്പ്. എന്നിട്ട് പിന്നെ മിക്സി വർക്ക് ചെയ്യണ്ടോ നോക്കി. അപ്പോൾ വർക്ക് ചെയ്യണൊക്കെ ഉണ്ടായി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ നേരത്ത് ഡിക്കി തുറന്നിട്ട് മേനുണ്ടയിൽ കൊടുക്കുക. ഇങ്ങനെ ഡിക്കി തുറന്നിട്ട് ആമ സാധനങ്ങളൊക്കെ എടുക്കുക പാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു മിക്സി അവിടെ ഇരിക്കട്ടെ, എന്തിനിപ്പോൾ അത് എടുക്കണത്, എന്താ നാളെ നിങ്ങൾക്ക് പോകാനുള്ളതല്ലേ, ഇതിൽ കയറ്റി ഇറക്കി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇല്ല, ഞങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആൾക്ക് അപ്പോഴൊക്കെ ഡൗട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ആപ്പം എന്ത് മേനുവിൻ്റെ കൊടുത്തത് ബിസ്മിന്ന് പറഞ്ഞ് കൊടുത്ത്. അപ്പൊ എനിക്ക് ഡൗട്ട് ക്ലിയർ ആയി. പക്ഷെ അവരും മിണ്ടണമില്ല, ഒന്നും പറയണില്ല. അപ്പൊ ആമ തന്നെ പറഞ്ഞു എന്നാ പിന്നെ സർപ്രൈസ് ആണ് പൊളിക്കാല്ലേ, ഇത് നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ഡൗട്ടുകൾ തോന്നിയത് ഇങ്ങനെ അമ്മ അടുത്ത് പറഞ്ഞു. അങ്ങനെ അതായത് നല്ല സന്തോഷമായി. അതാണ് ഇരിക്കുന്ന സംഭവം. പ്രസ്റ്റീജിന്റെ അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ജ്യൂസ് അടിക്കണമല്ലോ. ഞാൻ ഇവനൊന്ന് കിടത്തട്ടെ. ഇത് പിടിക്കും, ഞാൻ വെക്കാം. ഈ സാധനം മിക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എന്താ പറയാ മേടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്രിപ്പയർഡായി നിന്നാണ്. നമ്മൾക്ക് ഏറ്റവും ആവശ്യം മിക്സി വാഷിംഗ് മെഷീൻ ആയിരുന്നു. വാഷിംഗ് മെഷീന്റെ കാര്യത്തില് നമ്മൾ പറയാ എന്താ കഥ. വാഷിംഗ് മെഷീന്റെ വലിയ കഥ കഴിച്ച, അത് വലിയ കഥ പറയാണെങ്കിൽ തെറി വിളിക്കാൻ തോന്നുന്നു. അത് പിന്നെ പറയാം. അവൻ ചീണിങ്ങാണ്, മര്യാദ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ആണ് ജ്യൂസർ. പിന്നെ ഇത് മിഡിൽ മിക്സി, ചെറിയ മിക്സി ഉണ്ട്, ചെറിയ ജാറ്. ഓ എന്താ പൊന്നേ, എന്തിനാ കത്തി? ഇത് ഉള്ളി തിളക്കി വെക്കാൻ, സോറി കത്തിയോ. ഞാനാണൊന്ന് ഇതാക്കട്ടെ. കഴിഞ്ഞില്ലേ അതില്? ഇനിയുണ്ടോ?
നിനക്ക് ഞാൻ അവനെ ഇതാക്കിട്ടല്ലോ മേനു. എൻ്റെ ഉള്ളത്തെല്ലാം എടുക്കുന്ന ചിലത് വൈറ്റായിരുന്നു. നമ്മളെ കത്തിണ്ടല്ലോ വർക്ക് കറുപ്പ്. അതാ ഞാൻ നോക്കി നോക്കിയില്ല. ഇത് ചീഞ്ഞതല്ലേ? ഏത് ഇല്ല ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ടില്ലേ? ഞങ്ങക്ക് ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? അപ്പൊ നമ്മുടെ ബൂസ്റ്റ് ആയിട്ട് അയ്യോ ഹോർലിക്സ് ആയിട്ടുള്ളത്. ഹോർലിക്സിന്റെ അടിക്കുന്നത് കുറച്ച് തിന്നാതെ ആ സൈഡത്തോണ്ട് സെന്ററത്തെ മതി. ഇത് ഇതന്നെ ചെയ്യുന്ന എനിക്ക് പച്ചമീൻ ഇഷ്ടമല്ല. ഒരു ഇത് ചൊവ്വല്ലേ, ഒരു പച്ച ചൊവ്വ മോശമായ പോലെ. നീ തിന്നോക്കിയ മോശമൊന്നല്ല, ഇതന്നെ ടേസ്റ്റ് ഇല്ല. തൽക്കാലം നമുക്ക് രണ്ടും അടിക്കുക. കാരണം നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തതും കൊണ്ട് അധികം നേരം പുറത്ത് വെക്കാൻ കഴിയില്ല. സോ നമുക്ക് രണ്ടും മുറിക്കണം. ചോറിനേക്കായ തീർന്നു. നമുക്ക് അതുകൊണ്ട് കട്ടപ്പാലും കിട്ടൂല. ശരിക്കും ഇതൊക്കെ അടിക്കണമെങ്കിൽ നല്ല കട്ടപ്പാല് വേണം. കവത്തല്ലേ ഏനു? ഓക്കെ കിച്ചൻ കാണണ്ട, നിന്നെ ചീത്ത വിളിക്കെല്ലാരും. സ്ഥലമില്ല നമുക്ക് സാധനങ്ങൾ വെക്കാൻ. മാക്സിമം ഞാൻ എല്ലാം ഇതിന്റെ അടിയിലൊക്കെ ഒതുക്കി. പക്ഷെ ഒട്ടും സ്ഥലമില്ല, ഷെൽഫില്ല, തട്ടില്ല. ഓക്കെ നമുക്ക് ഇടാം. വൈകോ കളറ് കുറച്ച് പാലിട്ട് അടിക്കാം തൽക്കാലം. ഇപ്പൊ പാല് വെള്ളം ഒഴിക്കണ്ട. അല്ലാതെ അങ്ങനെയല്ല ഉദ്ദേശിച്ച പച്ചരടിക്കണം. ഞാൻ പാക്കറ്റ് ഒക്കെ കഴുകി വെച്ചേ. കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഇത് കുറച്ച് പാല് വയ്ക്കണം. അതിന്റെ കളർ കിട്ടാൻ ഉണ്ടല്ലേ? ഇനി ഇരിക്കട്ടെ. നിന്റെ ഇഷ്ടം. വേണ്ട വേണ്ട വെട്ടുണ്ടോ വേണം. ആയിട്ടാണ് ഇങ്ങനെ. ഇനി തിരിക്ക് തിരിക്ക് തിരിക്ക്. അതല്ല ഇല്ല ഇല്ല തിരിഞ്ഞിട്ടാ. ആദ്യമായിട്ട് മിക്സി അടിക്കുന്നു ഗൈസ്. ആദ്യമായിട്ട് മിക്സി ഓണാക്കുന്നു. പിന്നെ ഇങ്ങനെ ഇതായിട്ടാ. അങ്ങനെ അയ്യേ ഞാനും അടിക്കട്ടെ. പിള്ളേർ ഇതിപ്പോ തന്നെ കേടാക്കും. നമുക്ക് വെള്ളം ഒഴിക്കുന്നില്ലേ? പാല് ഒഴിക്കുന്നില്ലേ? ബൂസ്റ്റാണെന്നാണ് കുറച്ച് ടേസ്റ്റ്. നമുക്ക് തൽക്കാലം ഹോർലിക്സ് ഇട്ടാൽ അയ്യേ ഹോർലിക്സ് ഇട്ട് ടേസ്റ്റ് പോയിന്റെ അത്രയൊന്നും ഹോർലിക്സ് ഇട്ടില്ല. ഇതിപ്പോ ജ്യൂസ് കൊളാക്കി കഴിച്ച
ഓലക്സ് അത്ര ഒന്നും ആരും കിടുവോ ഓവർ കഴിക്കണ്ട പാല് മതി മതി മതിയാ ഇനി ഒറ്റക്കെല്ലാം കുടിക്കണ്ടല്ലേ അതുകൊണ്ടാ അമർത്ത് മതി നല്ലോണം വെള്ളമായി വെള്ളോ എന്നോട് വെള്ളം ഒഴിച്ചാ എന്തായത് പറയും ബൂസ്റ്റ് ഓർലക്സിട്ട് കൊള്ളായില്ലേ ഇതിന്റെ മറ്റേ പച്ച ചോവ അടിക്കല്ലേ കുറച്ചുകൂടി ബൂസ്റ്റ് കഴിക്കണം തോന്നുന്നു അല്ല ഹോർലിക്സ് പച്ച ചോവ കഴിക്കല്ലേ അതായത് ഒരു കാട്ടു ഓർലക്സ് ഇല്ല ഓർലക്സ് നല്ല ചോയുണ്ട് വാങ്ങില്ല മതിയില്ലേ പാല് കഴിക്കണ്ടല്ലോ ഇനി മതി ഇത് മതി ഇങ്ങനെ കുടിച്ചോ പച്ച ചോവയുണ്ട് അടിയിൽ നിന്ന് ചൊരണ്ടി അതായത് ചൊവ്വയാണ് പിന്നെ നമുക്ക് ക്യാഷിനോട്ടൊക്കെ കിട്ടണം ഓക്കെ ക്യാഷിനേറ്റം കൊണ്ടേ കളയണ പോലെ കാശ് അങ്ങനെ ഇതാ സഫ് ഒരു ഗ്ലാസ് ഫുള്ള് കുടിക്കാൻ പോവുകയാണ് മതി അപ്പുറത്ത് ചിത്താക്കെല്ലാം കൊടുത്ത എന്നിട്ട് ഒന്നിച്ച് മാത്രം പോയിക്കോ ഇങ്ങനെ കുടിക്കുമ്പോൾ ഗായ്സ് വാശിയേറിയ മത്സരത്തിൽ കുടിച്ച് കാണിച്ചിരിക്കുന്നു കുഞ്ഞിക്ക് പാലെല്ലാം കൊടുക്കണ്ട പറിച്ചോനറിയാം ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടാണ് വട്ടത്തിലേക്കുന്നു ഇടുന്നോ ഇപ്പുറത്തേക്കുന്നു കുടിച്ചോ യാ കുടിക്കുന്നു നിർത്താണ്ട് കുടിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ കുടിച്ചോളാം കുടിക്ക് വലിച്ച് ഇതെന്താ പെഗ്ഗോ വലിച്ചു വാവ് അങ്ങനെ ഒരു ജ്യൂസ് കുടിച്ച് എന്തോ ചോയ്ക്കണ് കഴിച്ചു ലാസ്റ്റ് അതാണ് ഫ്രൂട്ടിന്റെ ചുവ ചിലപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം എന്തായാലും കാഷ്നട്ടൊക്കെ ഇട്ടാ നല്ലുണ്ടാവും അപ്പൊ എന്തായാലും മിക്സി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ജ്യൂസ് ഉണ്ടാക്കിയതല്ല ജ്യൂസിന്റെ റെസിപ്പി ഒന്നല്ല അതെ അപ്പൊ ഇൻഷാല്ല പല്ലിയിലെല്ലാം നോക്കിയായി അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ